ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നുണ്ടല്ലോ നമ്മുടെ പച്ചവാഴക്കയില്ലേ, അതായത് കായ വറുക്കാൻ എടുക്കുന്ന കായല്ല, മറ്റേ ഈ കറി വെക്കാനൊക്കെ നമ്മൾ എടുക്കാറുണ്ട് റോബസ്റ്റയുടെയൊക്കെ പോലത്തെ. എന്നാലുണ്ടല്ലോ അതുപോലത്തെ കായ ഉണ്ടെങ്കിൽ ഒന്ന് വേഗം എടുത്തോളൂ. ഒത്തിരി ഒന്നും വേണ്ടെന്നേ, ഒന്നോ രണ്ടോ ഒക്കെ മതിയാവുന്നേ. അപ്പോൾ ആ കായ ഉണ്ടല്ലോ ഒന്ന് അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ടോളൂ കേട്ടോ. ഏത് ഷേപ്പിൽ വേണേലും ആവാം. ഞാനിപ്പോൾ ചെറുതായിട്ട് നടുവിനെയൊക്കെ മുറിച്ച് അതൊരു 3-4 പീസാക്കി ഇങ്ങനെ എടുക്കുകയാണ് ചെയ്തത്. കട്ടി കുറച്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നാൽ പിന്നെ ഒരു ബൗളിലേക്കുണ്ടല്ലോ കുറച്ച് ബേസൻ പൗഡർ, നമ്മുടെ കടലമാവേ, പിന്നെ കുറച്ച് അരിപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലോറോ. അരിപ്പൊടി ആയിരിക്കും ബെറ്റർ കേട്ടോ. ഞാൻ കോൺഫ്ലോർ ആയിരുന്നു എടുത്തത്, എനിക്കത് ഇല്ലായിരുന്നുകൊണ്ടാണ്. പിന്നെ ഇത്തിരി മുളക് പൊടി, ഇച്ചിരി ആവശ്യമാവാൻ കുഴപ്പമൊന്നുമില്ല. ഇത്തിരി ജീരകം, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് എന്താ പറയുക കുറുക്കിയെടുത്തോളാം. ഇത്തിരി വെള്ളം മതിയാവും. പിന്നെ ഉണ്ടല്ലോ എന്നാൽ പിന്നെ അതിൻ്റെ അകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കായയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തോളാം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തോളൂ കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കറിവേപ്പിലയൊക്കെ ചേർക്കാൻ ഒരു ടേസ്റ്റിന് വേണമെങ്കിൽ, അതല്ലാതെ വേറെ എന്തും ചേർക്കാം, നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമ്മളൊന്ന് എടുത്തിട്ടുണ്ടേ. അധികം നേരം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് അപ്പം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കടായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയും ചൂടായി, നമ്മുടെ കായയും ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പടപടേന്നാകുന്നുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നല്ല ടേസ്റ്റാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരുപാട് നേരം ഒരു സൈഡ് തന്നെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചും എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് 4 മണി കാപ്പിക്കോ അല്ലെങ്കിൽ രാവിലത്തെ കാപ്പിക്കോ, ഇനി അതല്ല ഉച്ചക്കത്തേനൊക്കെ ആണെങ്കിൽ പോലും ഒരു കുഴപ്പമില്ല. മീനൊക്കെ ഇല്ലെങ്കിൽ പോലും ഇതൊക്കെ ഉണ്ടെങ്കിലും ധാരാളമാണ് കേട്ടോ. പറയാതിരിക്കും പറ്റില്ല, നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ്. ഒരു കിലോയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല കേട്ടോ. അതിൻ്റെ ആ കറയൊക്കെ നന്നായിട്ടൊന്ന് കളയണമെന്ന് മാത്രമേ ഉള്ളൂ, നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നോക്കിയേ, നമ്മുടെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി വെക്കണ പോലെ തന്നെ കാണുന്നില്ലേ? ടേസ്റ്റ് ഇതുപോലെ വരുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പഴംപൊരി ആകുമ്പോൾ നല്ല പഴുത്തിരിക്കുന്നുണ്ട്, അതൊരു വേറെ ടേസ്റ്റ്. ഇത് നല്ല ക്രിസ്പി ആയിട്ട് വേറൊരു രീതിയിൽ കിട്ടുന്നുണ്ട്. എന്നാൽ പിന്നെ വേഗം ഒരു ചായയൊക്കെ ഇട്ട് ലൈക്കും ഷെയർ സബ്സ്ക്രൈബും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ ടാറ്റാ.